കുവൈറ്റിലെ വിഷമദ്യ ദുരന്തം വളരെ ഞെട്ടലോടെ ലോകം കേട്ടൊരു കാര്യമാണ്. തലവെട്ടുന്ന നാട്ടിൽ പോയി ചാരായം മാറ്റാം, അതിന് ചില്ലറ ഗഡ്സൊന്നും പോരാ. പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് മലയാളികൾ വരെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 13ഓളം പേര് ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. അതിലും കഷ്ടമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരവസ്ഥ. കിഡ്നി ഇല്ലാതെ, കാഴ്ചയില്ലാതെ. ഞാനൊരു മദ്യപിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്യപാനത്തിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ ജീവനോളോ നമ്മുടെ ആരോഗ്യത്തോളോ വരില്ല. ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓണമാണ് വരുന്നത്. ഏതൊരു ആഘോഷത്തിനുള്ള മലയാളിയുടെ ദേശീയ പാനീയമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. ഓണത്തിന് ഇറക്കാൻ വച്ചതിൽ നിന്ന് ചെറിയൊരു ഭാഗമായിരിക്കാം ഇപ്പോൾ അവർ പുറത്തിറക്കിയിരുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചെറിയ അപകടത്തിലൂടെ വലിയൊരു ദുരന്തം മാറിപ്പോയെന്നാണ് എനിക്കിതിൽ നിന്ന് തോന്നുന്നത്. ഈ സൗദി, കുവൈറ്റ് പോലെയുള്ള ഈ മദ്യ നിരോധിത രാജ്യങ്ങളിൽ ഇത് ഒരു അതോറിറ്റിയും ഉൽപ്പാദിപ്പിക്കുന്നില്ല. മാത്രമല്ല ഇതൊന്നും ചെക്ക് ചെയ്യുന്നുമില്ല. ഈ കിട്ടുന്നതിൽ ഭൂരിഭാഗം സാധനവും ഈ വ്യാജമായിട്ട് നിർമ്മിക്കുന്നതാണ്. രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറായിട്ട് പോകുക. മദ്യനിരോധനം നിലവിലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഉപയോഗിക്കാതെ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. പലതും ത്യജിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. നമ്മുടെ കുടുംബത്തോടുള്ള ജീവിതവും അവരൊപ്പമുള്ള ആ ഒരു സന്തോഷവും എല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. സന്തോഷം നമുക്ക് ഒഴിവാക്കാമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ മരണപ്പെട്ടതും ഈ കിഡ്നി പോയതും കാഴ്ച പോയതൊക്കെ ഓരോ കുടുംബത്തിൻ്റെ അത്താണികളായിട്ടുള്ള ആളുകളാണ്. അവരുടെ ആ ഒരു അധ്വാനത്തിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഒരുപാട് ആളുകൾ ആ കുടുംബത്തുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? അവസ്ഥയിൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും ആണോ എന്നുള്ള കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം. കാരണം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. ഇതുപോലത്തെ തെറ്റുകളിലേക്ക് എന്തെങ്കിലും നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖം നമ്മൾ ഓർക്കുക. ഒരു തെറ്റിൽ ചാടിയിട്ട് പശ്ചാത്തപിക്കുന്നതിന് നല്ലത് അതിലേക്ക് പോകാതിരിക്കുന്നതല്ലേ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. പ്രിവെൻറ്റ് ചെയ്യുക ഇതുപോലത്തെ തെറ്റുകൾ. വരുന്ന ഏത് ആഘോഷങ്ങളാണെങ്കിൽ തന്നെ ആരോഗ്യകരമായി മിതമായ രീതിയിലും ആഘോഷിക്കുക. ഓൾ ദി ബെസ്റ്റ്. സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി.